ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പിയാണേ. കണ്ടിട്ട് സുഖിയൻ പോലെ തോന്നുന്നു. ഇതിലെന്താ ഇത്ര സ്പെഷ്യൽ എന്നല്ലേ? ഇത് സുഖിയനല്ല, ഇതാണ് സൂഷ്യം. പാലക്കാടുകാരുടെ സ്വന്തം സൂഷ്യമാണിത്. നമ്മൾ ചെറുപയറോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കാവുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടത് ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് ഉഴുന്ന്, പച്ചരിയുടെ പകുതി ഉഴുന്നെടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം നമുക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ നല്ലതുപോലെ കുതിരാനായിട്ട് വെക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം. അതിനായിട്ട് നല്ലതുപോലെ കുതിർത്തെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതിനെ കുതിർക്കാനായിട്ട് വെക്കാം. പച്ചരിയും ഉഴുന്നും ഒക്കെ അവിടെ ഇരുന്ന് നല്ലതുപോലെ കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുക്കാവുന്നതാണ്. ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 1/4 കപ്പോളം തന്നെ വെള്ളവും വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തങ്ങ് പേസ്റ്റ് പോലെ ആക്കരുത്. ചില കുക്കറുകളിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 വിസിലടിച്ചിട്ടാണ് വേവിച്ചെടുത്തത്. കടലപ്പരിപ്പ് വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കുതിർത്താൻ വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു 1/2 കപ്പ് വെള്ളത്തോളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ മൈദ ബാറ്റർ തയ്യാറാക്കുമല്ലോ, അതേപോലെ ഒരു തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ. നമ്മുടെ അരച്ച ബാറ്ററിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനെ അവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ വെന്ത് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കുക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുമുണ്ട് കേട്ടോ. ദാ ഈ ഒരു പരുവത്തിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ വേവാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, വെള്ളം ചേർക്കുക വേണ്ട. ഇടയ്ക്കൊക്കെ ചെറിയ കടലയുടെ കഷ്ണങ്ങൾ കിടന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ട ശർക്കരയാണ്. അതിനെ ചീകിയെടുത്ത് 1 കപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളമൊന്നും വേണ്ട, അതിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നിറയെ മണ്ണ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങളുടെ കയ്യിൽ പാക്കറ്റിൽ വാങ്ങുന്ന ശർക്കര പൊടിയാണുള്ളതെങ്കിൽ അത് അരിക്കുകയൊന്നും വേണ്ട, അതിൽ പൊടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്താ ശർക്കര ഉരുക്കിയതിനെ അരിച്ച് വീണ്ടും ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. ഡെസിക്കേറ്റ് കോക്കനട്ട് ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ തേങ്ങ കിട്ടാത്തവർക്കും സ്നാക്കുകളൊക്കെ കഴിക്കണ്ടേ. തേങ്ങയോടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കരുത്. നമ്മുടെ കടലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങൊരു പായസം വെച്ച എഫക്റ്റ് ആവും. പിന്നെ കടലപ്പായസം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കര മെൽറ്റാക്കാൻ നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ, ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി ഈ ബാറ്റർ കിട്ടും. എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശർക്കരയിൽ വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. ഇപ്പോൾ അതാ ഏകദേശമൊക്കെ വെള്ളം വറ്റി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ഒരു 3-4 മണി ജീരകമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജീരകം ചേർക്കുന്നില്ല. ചുക്ക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ, നല്ലതായിരിക്കും. കടലപ്പരിപ്പിൽ നിന്ന് ഗ്യാസ് ഉണ്ടാകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണിതെല്ലാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചൂടാറാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടോടുകൂടി എന്തായാലും ഇത്
ഉരുട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് എനിക്ക് ഒരു തീരെ ചെറിയ സൈസല്ല, മീഡിയം വലിപ്പത്തിലുള്ള 12 ബോൾസ് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാവുന്നതാണ്. നാടൻ പലഹാരങ്ങൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇതിലെ ഓരോ ബോൾസും എടുത്ത് ഈ മാവിലേക്ക് മുക്കുക. നമ്മൾ സാധാരണ സുഖിയൻ ഉണ്ടാക്കും പോലെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയത്തിലാക്കിയിട്ട് വേണം നമ്മുടെ സ്നാക്കുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ലോയിലൊക്കെ മാറ്റി ഇങ്ങനെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കുറച്ചിടേണ്ട കാര്യമില്ല, കാരണം ഇതിന് ഈ പുറം ഭാഗം മാത്രമേ ക്രിസ്പി ആവാനുള്ളൂ. ഉള്ളു കുക്കായ സാധനങ്ങളാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഇങ്ങനൊരു സ്നാക്കിനെ കുറിച്ച് അറിയാനേ പാടില്ലായിരുന്നു കേട്ടോ. പാലക്കാട്ടുള്ളൊരു ചങ്ങാതി ഉണ്ട് നമുക്ക്, യൂട്യൂബ് വഴിയുള്ള ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ റെസിപ്പി കാണുന്നത്. പുള്ളിക്കാരിയുടെ ചാനലിൽ കണ്ടതിന് ശേഷം ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഞാൻ ഒരുപാട് പേര് ഈ റെസിപ്പി ചെയ്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സൂക്ഷ്യമെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആക്കി എടുക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഗോൾഡ് കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയട്ടെ. തിരുവനന്തപുരംകാരുടെ ഒരു സ്നാക്കുമായിട്ട് ഇതിന് ഭയങ്കര ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ഈ ബോളി ഉണ്ടാക്കില്ലേ, പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തിരുവനന്തപുരം സദ്യ സ്പെഷ്യൽ ബോളി ഉണ്ടല്ലോ, ആ ബോളി ഉണ്ടാക്കുന്ന അതേ കടലപ്പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബോളി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ സ്നാക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞങ്ങ് ഇല്ലാതായി പോയില്ലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഞാൻ സൂഷി ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. എങ്കിൽ പിന്നെ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അൺബോക്സിങ്ങും കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി കണ്ടോളൂ. മുൻപൊക്കെ അൺബോക്സിങ് ഷോർട്സിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഷോർട്സ് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ലോങ് വീഡിയോയിൽ തന്നെ ഇരിക്കട്ടെ. ഇതൊരു ബാക്ക് പാക്കാണ് കേട്ടോ. ഞാനൊരു ഇൻസ്റ്റാ റീല് കണ്ടിട്ട് അതുവഴി വാങ്ങിയതാണ്. ബ്രൗൺ കളറാണ്. എല്ലാ ബാഗും ബ്രൗൺ കളറാണ് എനിക്കിഷ്ടം, അതെന്താണോ എന്തോ അങ്ങനെ. ഇത് ഒരു ബാക്ക് പാക്കായിട്ടും നമുക്ക് ഷോൾഡർ ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ളൊരു ബാഗാണ്. കുട്ടികളുള്ളവർക്കൊക്കെ ബെസ്റ്റാണ്, കാരണം കുട്ടികളുടെ സാധനങ്ങളെല്ലാം വാരി നിറച്ച് വെക്കാനുള്ള സ്ഥലമുണ്ട് ഇതിൽ. റേറ്റ് വരുന്നത് 462 ആണ്. PU ലെതറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഇന്നത്തേത് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.